ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഹസ്ബൻഡും ചേച്ചിയുടെ മോളും പിന്നെ എൻ്റെ അനിയത്തിയും. ഞങ്ങൾ 4 പേരും കൂടെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ കാറും എടുത്ത് ഇറങ്ങിയതാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫ്രണ്ടിലുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത് പോലെ ആക്ച്വലി വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു സൂര്യനും ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ദേ ആ മോളിൽ കാണുന്നൊരു സംഭവമില്ലേ, അങ്ങോട്ടേക്കാണ് കേട്ടോ. കൊടികുത്തിമല എന്ന് കേട്ടിട്ടുണ്ടാവും, പെരിന്തൽമണ്ണ ഭാഗത്താണ്. അവിടെ നല്ല വ്യൂ ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാൻ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു. കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തിരക്കുണ്ടാവില്ല എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പണി പാളിയെന്ന് മനസ്സിലായത്. കാര്യം അവിടെ എന്തോ ബ്ലോക്കായിട്ട് വണ്ടികൾ അങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പതുക്കെ ഞങ്ങളും തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഏതാണ്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അഞ്ജുനും എനിക്കും നല്ല നിരാശ കേട്ടോ. കാരണം അവിടെ പോയിട്ട് എന്തൊക്കെയോ കാണാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും നടക്കാതെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടാവില്ലേ. ആൻഡ് ആ സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ആംബിയൻസ് ഉള്ള കഫേയിൽ കയറിയിരുന്നു കേട്ടോ. ആംബിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂറായിട്ടും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പെരിന്തൽമണ്ണയ്ക്ക് വിട്ടു. ആൻഡ് ചുമ്മാ ഒന്ന് കറങ്ങാന്ന് കരുതിയിട്ട് നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ കയറി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഒന്നിരുട്ടായി കഴിഞ്ഞാൽ കടകളൊക്കെ വേഗം അടച്ച് ആൾക്കാരൊക്കെ അകത്ത് കയറുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഈ പെരിന്തൽമണ്ണ വന്നപ്പോഴാണ് രാത്രിയിലാണ് അവർക്ക് ലൈഫ് കൂടുതലെന്ന് മനസ്സിലായത് കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ ചുമ്മാ നെസ്റ്റോയിൽ എല്ലാ കടകളിലും ഒന്ന് കയറി ഇറങ്ങി. ഒന്നും വാങ്ങാനില്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് എടുത്ത് ചുമ്മാ അത് കൂടെയൊക്കെ കറങ്ങുക എന്നുള്ളത് ഒരു ആചാരമാണല്ലോ. അതുകൊണ്ട് ഞാനും അതുപോലെ ഒരു ബാസ്ക്കറ്റ് എടുത്ത് അത് കൂടെയൊക്കെ കറങ്ങി. ആൻഡ് എൻ്റെ കൈ എപ്പോഴും എവിടേക്കാണ് പോവുക, ഫുഡ് ഐറ്റംസിലേക്ക്. അങ്ങനെ ഞാൻ 1-2 കേക്കൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത്. ഈ കൂട്ടത്തിൽ നല്ലൊരു കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് വെറൈറ്റി ജ്യൂസസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും 1-2 ഞങ്ങൾ എടുത്തു. സംഭവം ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ വിശപ്പ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വെറൈറ്റീസ് ഓഫ് ബിരിയാണി മന്തി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പുറത്തൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ തൽക്കാലം പാസ്തയിൽ ഒതുക്കിയത്. പാസ്ത ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി തണുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോകുന്ന വഴിക്ക് പാസ്ത കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ 3-4 സ്പൂൺ ഇട്ടുകൊണ്ട് എല്ലാവരും കൂടെ തോണ്ടി കഴിക്കണം കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി നമുക്ക് തന്നെ പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് അത് എത്രയാണോ അതിൻ്റെ കാശ് കൊടുത്താൽ മതി കേട്ടോ. അതായത് എത്ര ഗ്രാം ഇട്ടോ അങ്ങനെ. പക്ഷേ എനിക്കെന്തോ പാസ്ത ഒട്ടും ഇഷ്ടമായില്ല. അതിൻ്റെ സോസേജ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഫ്രീസറിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു തണുപ്പും പിന്നെ എന്തൊക്കെയായിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റി ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മധുഹൂത്ത് കൊണ്ടൊരു സംഭവം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ മന്തി പോലും മര്യാദയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ സംഭവം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇവൻ കുറേ ആയി പറയുന്നു മധുഹൂത്ത് അടിപൊളിയാണ്, അതിൻ്റെ ചിക്കൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു മധുഹൂത്തും വാങ്ങി കഴിച്ച് വയറ് നിറച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള ഒന്നൊരു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.